Cut. ഹായ് ഫ്രണ്ട്സ്, PP ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നൈറ്റീൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ആയിട്ട് കൊടുത്തതിൽ കട്ടിങ് മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്കിൻ്റെ പോർഷനെ നമ്മൾ ക്യാൻവാസ് വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ ഭാഗം നമുക്ക് എന്താക്കാം, ഒന്ന് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളോട്ടേക്ക് മടക്കി അടിച്ചിട്ട് ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കാം. 3 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ആ 3 ഭാഗവും നമുക്ക് നല്ല നീറ്റാക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലാണ്ട് ഇതെല്ലാം അടിച്ച് മറിച്ചിട്ടതിന് ശേഷം നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. അപ്പം എപ്പോഴും നെക്കിൻ്റെ ഇങ്ങനെയുള്ള കാര്യം ഫസ്റ്റ് തന്നെ ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ 3 പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 രീതിയിലുള്ള 2 പോർഷൻ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ആ റെഡ് പീസ് മുകളിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ 2 ഭാഗവും അടിച്ചെടുത്തിട്ട് എല്ലാം കൂടി നെക്കിൻ്റെ ആ ഭാഗം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ സെൻറ്റർ പോർഷൻ കാര്യമാക്കേണ്ട, അത് ഇനി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അപ്പം നൈറ്റീൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കുക, അത് അടിമറിച്ചിടുക, മോശം വശം വെക്കുക, പിന്നെ അതിൻ്റെ മുകളിലോട്ട് നെക്ക് വെക്കുക. നമ്മൾ ആ ക്യാൻവാസിൻ്റെ ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്ത പാർട്ടില്ലേ, അത് അടിമറിച്ച് തന്നെ ഇടുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം നെക്കിനെ തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ 2 അറ്റത്തൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നെക്കാണ്. അപ്പം അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് കാണിച്ചത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ടൊരു കട്ട് കൊടുക്കാം. ഒരു 4-5 ഇഞ്ച് ഇതിൽ മതി കേട്ടോ, ലെങ്ത്തിൽ മതി. അപ്പം ഇതുപോലെ നെക്ക് ബാക്കിയുള്ള ഭാഗം ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ തുണി മറിച്ചിട്ടിട്ട് സ്കോപ്പിൽ തന്നെ സ്റ്റിച്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് എടുക്കുന്ന ഒന്ന് കട്ട് കൊടുക്കുക. ഇനി അതിനെ മറിച്ചിട്ടിട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടി. ഇനി ചെയ്യേണ്ടത് സിപ്പാണ്. അപ്പം സിപ്പിന് വേണ്ടിയിട്ട് 2 പോർഷൻ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 വശത്തോട്ടായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. സ്ക്വയറിൽ ഷേപ്പിലൊന്നും കൂടി അടിച്ചെടുക്കുക. ഇനി ചെയ്യുന്നത് നെക്കിൻ്റെ ബാക്ക് പോർഷനാണ്. അത് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ല വശത്തുനിന്ന് ആ ക്രോസ് പീസ് ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റുമായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം കട്ടിട്ട് കൊടുക്കുക, തിരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി വന്നിട്ട് ഷോൾഡറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഷോൾഡർ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്രോസ് ആക്കിയിട്ട് അടിച്ചിട്ട് ഒന്ന് ആ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്യുന്ന സമയം തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം പിന്നെ സ്ലീവിൻ്റെ പോർഷനാണ് എടുത്തിട്ടുള്ളത്. സ്ലീവിൽ നമ്മൾ ആ നൂല് ഒന്നും വലിയാത്ത ആ ഭാഗമാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടിപ്പം നമ്മൾ താലിൽ ഭാഗം എടുത്തതുകൊണ്ട് അത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 പീസസ് ഞാൻ അതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 പീസാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് എടുക്കാം. എപ്പോഴും നമ്മൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. കാരണം നമ്മൾ നൈറ്റി എന്ന് പറയുമ്പോൾ വീട്ടിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഓരോ ഭാഗത്ത് സ്റ്റിച്ച് വിടലും അടിക്കലും അങ്ങനെ ഒരു പണി ഒഴിവായി കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടും നമ്മൾ ഈ 2 സ്റ്റിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ഇങ്ങനെ തുന്നി വിടാണ്ടെല്ലാം കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പം 2 ഭാഗവും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കൈൻ്റെ സെൻട്രൽ ഭാഗത്തൊരു കട്ട് കൊടുക്കണം. ഇനി അത് നമുക്ക് ഇപ്പോൾ ഷോൾഡറാണെന്നല്ല സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ആ ഭാഗത്ത് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാനാണ്. എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് 2 വശത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടിവ് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്ത് ആ അറ്റത്തു നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് തന്നെ അടിവ് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഷേപ്പാണ് അടിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ തറ്റത്തുനിന്നൊരു അടിവ് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട ഷേപ്പ് എത്രയാണോ നോക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അതുപോലെ മറ്റേ ഭാഗവും കൂടി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി താവ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് വരുന്ന ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതെല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2ആയിട്ട് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ നൈറ്റീൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ താഴ്ഭാഗമെല്ലാം കറക്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ലീവിൻ്റെ പാർട്ടും നല്ല ലെങ്തി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും